എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താണ് പ്രവർത്തിക്കുക? നീ ഒരു പക്ഷേ ഇന്ന് രാത്രി ഫോൺ വിളിച്ചു പറയും, നാളെ നമുക്ക് മംഗലാപുരത്ത് വെച്ച് കാണാം, ഉപ്പളയിൽ കാണാം, കുമ്പളയിൽ കാണാം. രാവിലെ വിളിക്കുന്നു, അനക്കമില്ല, ആവിയില്ല. ഇതാ അടുത്ത ആളെ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഞാൻ ഗൾഫിലേക്ക് പോകുമോ? നാളെ ഞാൻ ഉണരുമോ? നാളെ ഞാൻ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുമോ? ഇത് അല്ലാഹുക്കല്ലാതെ നമുക്കാർക്കും അറിയില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഒരു കാര്യവും ഞാൻ നാളെ ചെയ്യാം അല്ലാഹുവിന്റെ തീരുമാനത്തോടെ അല്ലാതെ എന്ന് പറയരുത് കേട്ടോ. അല്ലാഹു ഉദ്ദേശിച്ചാൽ, അവൻ വിധിച്ചാൽ, അവൻ ആഗ്രഹിച്ചാൽ, അവൻ ഇച്ഛിച്ചാൽ നാളെ കാണാം, നാളെ നമുക്ക് പ്രവർത്തിക്കാം എന്നല്ലാതെ സ്വമേധയാ ഇൻഷാ അല്ലാഹ് പോലും പറയാതെ അല്ലാഹയെ മതിമറന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് മണ്ണിലാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, ഇത് അല്ലാഹു അല്ലാതെ ഒരാളും അറിയില്ല കേട്ടോ.